ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇൻഡയസിൻ്റെ തിയറി പാർട്ടൊക്കെ കഴിഞ്ഞ് അഡീഷണൽ പ്രോബ്ലംസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ചെറിയൊരു ഗ്യാപ്പ് വന്നതുകൊണ്ട് കുറച്ചൊരു സിമിലാരിറ്റി പോയിട്ടുണ്ടാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്കിലിരിക്കുന്നത് നോക്കി ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ ഇൻഡയസ് ഏതാണ്ട് കഴിഞ്ഞു, ഇനി അധികമൊന്നുമില്ല. അതായത് ബേസിക് പ്രോബ്ലംസ് മാത്രമാണ് നമുക്ക് സിലബസിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഇത് തന്നെയാണ് ബേസിക് പ്രോബ്ലംസ്. 1-2 പ്രോബ്ലം കൊണ്ട് ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ ഇൻഡയസ് 2 കഴിഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ ഞാൻ പറഞ്ഞ തിയറി ഫുള്ള് പഠിച്ചു വയ്ക്കുക, പ്ലസ് നമ്മൾ ഇത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ്, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് റിവൈസ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇൻഡയസ് 2 കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഇന്നത്തെ 2-3 പ്രോബ്ലം കൂടി ഉണ്ട്. അത് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. ഹൗ വിൽ യു വാല്യൂ ദ ഇൻവെൻട്രി പെർ kg ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് വിച്ച് കൺസിസ്റ്റഡ് ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് 100 per kg, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് 20 per kg, ഡയറക്റ്റ് വാരിയബിൾ പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് 10 per kg, ഫിക്സഡ് പ്രൊഡക്ഷൻ ചാർജസ് ₹10 lakh, ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നു 1 kg is the normal capacity. At the end of the year 2000 kg of finished goods are in stock. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി തന്നെ അതിൻ്റെ വേറൊരു ടൈപ്പായിട്ട് തന്നിരിക്കുന്നതാണ്. ഇതിൽ എല്ലാത്തിൻ്റെയും എന്ത് തന്നിരിക്കുന്നു, പെർ യൂണിറ്റ് കോസ്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1 കിലോനാണ് 100 രൂപ. ദെൻ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് 20 പെർ kg, 1 കിലോന് 20 rupees. ഡയറക്റ്റ് വാരിയബിൾ പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് 1 കിലോന് 10 rupees. ദെൻ ഫിക്സഡ് നമുക്ക് ടോട്ടലായിട്ട് തന്നിരുന്നിട്ട് അവസാനം ആ കമ്പനിയിൽ ലാസ്റ്റ് സ്റ്റോക്ക് 2000 kg ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാണ് വാല്യൂ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ റുപ്പീസായിട്ടല്ല തന്നിരിക്കുന്നത്, ഇനി യൂണിറ്റ്സിലാണ് തന്നിരിക്കുന്നത്. ഓരോ യൂണിറ്റിൻ്റെയും പെർ യൂണിറ്റ് കോസ്റ്റുകളും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, വാല്യൂ ഓഫ് ഇൻവെൻട്രി കണ്ടുപിടിക്കണം. ഇങ്ങനെയും രീതിയിലും ഒരു ക്വസ്റ്റ്യൻ വരാം. ഡിഫറൻസ് മനസ്സിലായില്ലേ? അതായത് ഇത്ര നാളും ചെയ്ത പ്രോബ്ലത്തിലൊന്നും നമുക്ക് പെർ യൂണിറ്റ് കോസ്റ്റ് തരാറില്ല. ടോട്ടൽ പർച്ചേസ് കോസ്റ്റ് ഇത്ര, അങ്ങനെ ഒക്കെ ടോട്ടലാണ് തരാറ്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വന്നിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും, ഇപ്പോൾ ആദ്യം മെറ്റീരിയൽ കോസ്റ്റ്, റോ മെറ്റീരിയൽ വാങ്ങാനായിട്ട് നമുക്ക് ഇത്ര രൂപ വന്നിരിക്കുന്നു, ഒരു യൂണിറ്റിന് 100 രൂപ. ദെൻ അതിനാവശ്യമായിട്ടുള്ള ലേബർ ചാർജസ് ഒരു യൂണിറ്റിന് 20 രൂപ. ദെൻ ഇത് രണ്ടുമല്ലാത്ത വേറെ കുറച്ച് ചിലവുകളായിട്ട് ഒരു യൂണിറ്റിന് 10 രൂപ വന്നിരിക്കുന്നു. ദെൻ ഫിക്സഡ് കോസ്റ്റ് ടോട്ടലും തന്നിരിക്കുന്നു. എന്നിട്ട് നമ്മളോട് പറയാണ് ആ കൊല്ലം എൻഡിലെ 2000 യൂണിറ്റ്സ് ആണ് നമ്മളോട് ഫിനിഷ്ഡ് ഗുഡ്സ് ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് വന്നിരിക്കുന്നത്. ആ 2000 യൂണിറ്റിൻ്റെ എത്രയായിരിക്കും ടോട്ടൽ വാല്യൂ? നമുക്കൊക്കെ പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, ടോട്ടൽ യൂണിറ്റിന് ബാലൻസും തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, വാല്യൂ ഓഫ് ഇൻവെൻട്രി കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ നോക്കാം. മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് വാരിയബിൾ കോസ്റ്റാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, വാരിയബിൾ ഓവർ ഹെഡ്സ്. ഇത് മൂന്നും എന്താണ്, വാരിയബിൾ കോസ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ആദ്യം ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കുക. പെർ യൂണിറ്റിൽ തന്നെ എല്ലാ വാരിയബിൾ കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റും ലേബറും അതർ ഓവർ ഹെഡ്സും ഒക്കെ കൂടി നമുക്ക് മൊത്തം വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര വന്നിരിക്കണം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്ത് കണ്ടുപിടിക്കാം, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ നേരത്തെ പറഞ്ഞു മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ്, 100 ഉണ്ട്, ലേബർ കോസ്റ്റ് 20 ഉണ്ട്, വാരിയബിൾ പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് 10 ഉണ്ട്. അത് മൂന്നും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 130 കിട്ടും. അതായത് ഒരു യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വരുന്ന ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എത്രയാണ്, 130 ആണ്. ഓക്കെ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ ഏതൊക്കെ വാരിയബിൾ കോസ്റ്റുകളാണോ തന്നിരിക്കുന്നത് അതൊക്കെ കൂടി ആഡ് ചെയ്യാം. മെയിനായിട്ടും വരുന്ന വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് തരും. അതായത് നമ്മൾ വാങ്ങുന്ന റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ്. ദെൻ ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞിട്ട് വരും, അതും വാരിയബിൾ കോസ്റ്റ് ആണ്. ദെൻ വാരിയബിൾ ഓവർ ഹെഡ്സ്, ഇതൊന്നും അല്ലാണ്ട് മറ്റ് ചില എക്സ്പെൻസുകൾ വരുന്നുണ്ട്, അതും വാരിയബിൾ കോസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അത് മൂന്നും കൂടി കൂട്ടിയിട്ട് നമുക്ക് എത്ര വന്നു, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്, 130 എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഫിക്സഡ് കോസ്റ്റ് എങ്ങനെയാണ് തന്നിരിക്കുന്നത്, ബാക്കി മൂന്നും എന്താ പെർ യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത്. ഫിക്സഡ് കോസ്റ്റ് എന്ത് തന്നിരിക്കുന്നു, ടോട്ടലിൽ തന്നിരിക്കുന്നു. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, നമുക്ക് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും ഫിക്സഡ് കോസ്റ്റ് ടോട്ടലുമാണ്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താലാണ് നമുക്കറിയാം ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും കൂടി കൂടിയതാണ് ടോട്ടൽ കോസ്റ്റ് നമുക്കറിയാം.
പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആയിട്ടും ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഒരെണ്ണം പെർ യൂണിറ്റ് ആയിട്ടും ഒരെണ്ണം ടോട്ടലായിട്ടും ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ എല്ലാ വാരിയബിൾ കോസ്റ്റിനും ടോട്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഫിക്സഡ് കോസ്റ്റിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് എന്താണ് ആവശ്യം, പെർ യൂണിറ്റ് കോസ്റ്റ് തന്നെയാണ് ആവശ്യം. കാരണം അത് കിട്ടിയാലാണ് നമുക്ക് ആ 2000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് വാല്യൂ ഓഫ് ഇൻവെന്ററി കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടോട്ടൽ വാരിയബിൾ കോസ്റ്റിനെ പെർ യൂണിറ്റ് കോസ്റ്റിനെ ടോട്ടലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം അത് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കത് കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ഫിക്സഡ് പ്രൊഡക്ഷൻ ചാർജിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്തത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് രണ്ടും കൂടി കൂട്ടിയാലാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടുള്ളൂ. ആ ടോട്ടൽ കോസ്റ്റിനെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയ 2000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തിനാണ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് നമ്മുടെ കയ്യിലിരിക്കുന്നത് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫിക്സഡ് കോസ്റ്റിനെ, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതാണ് നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ തന്നിട്ടുണ്ട്, അതിനെ നോർമൽ കപ്പാസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടുക. അതായത് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇക്വേഷൻ അങ്ങോട്ട് എഴുതി വെക്കുക. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നോർമൽ കപ്പാസിറ്റി. ശ്രദ്ധിക്കണം, നോർമൽ കപ്പാസിറ്റിയോടെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. വേറെ ചിലപ്പോൾ നോർമൽ കപ്പാസിറ്റി തന്നിട്ടുണ്ടാവും. എന്താ നോർമൽ കപ്പാസിറ്റി എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പ്രൊഡക്ഷൻ നടത്തുന്ന കപ്പാസിറ്റി. ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഉണ്ട്, നോർമൽ കപ്പാസിറ്റി ഉണ്ട്, ആക്ച്വൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട്. ഇത് മൂന്നും ഡിഫറെൻ്റ് ആണ്. ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ നമ്മൾ മേടിച്ചിരിക്കുന്ന മെഷീനെ അതിനുണ്ടാക്കാൻ പറ്റാവുന്ന മാക്സിമം കപ്പാസിറ്റി, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. അതായത് സപ്പോസ് ഇപ്പോൾ ഒരു മെഷീനറി ഞാൻ മേടിച്ചു, ആ മെഷീനറിക്ക് എത്ര വർക്ക് ചെയ്താലും മാക്സിമം ഉണ്ടാക്കാൻ പറ്റാവുന്ന യൂണിറ്റ് 100 യൂണിറ്റ് ആണ് അവർ മാനുഫാക്ചേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ആ മെഷീനറി വാങ്ങാൻ പോകുമ്പോൾ തന്നെ അത് വിൽക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും, ഈ മെഷീനറി കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം 100 യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. ഓക്കെ, ഇനി നോർമൽ കപ്പാസിറ്റി എന്ന് വെച്ചാൽ നമുക്ക്, ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മുടെ മെഷീനറിക്ക് 100 യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും, പക്ഷെ നമുക്ക് 100 യൂണിറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ല. ഓൺ ആൻ ആവറേജ് നമുക്കൊരു 80 യൂണിറ്റ് ഉണ്ടാക്കിയാൽ മതി. കാരണം അത്രയ്ക്കുള്ള ഡിമാൻഡുള്ള വെറുതെ പ്രൊഡക്ഷൻ കൂട്ടി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ആ 80 യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് നോർമൽ കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ 100 എന്ന് പറയുകയാണെങ്കിൽ ആ മെഷീനറിക്ക് അത്രയ്ക്ക് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, അതാണ് 100 എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഓൺ ആൻ ആവറേജ് എത്ര മതി, 80 മതി. അതിനെ വിളിക്കുന്ന പേരാണ് നോർമൽ കപ്പാസിറ്റി. ദെൻ ചിലപ്പോൾ ഇനി ഒരു കപ്പാസിറ്റി തരും, ആക്ച്വൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. അതായത് 80 റുപ്പീസാണ് സാധാരണ വേണ്ടത്, പക്ഷേ ഇൻ ദിസ് ഇയർ ഞാൻ എത്ര ഉണ്ടാക്കിയുള്ളൂ, 70 യൂണിറ്റ് ഉണ്ടാക്കിയുള്ളൂ. കാരണം എന്തെങ്കിലും പ്രശ്നം കൊണ്ട് നമുക്ക് ഡിമാൻഡ് ഇത്തിരി കുറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ 80 യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതാണ്, പക്ഷെ ഞാൻ എത്ര ഉണ്ടാക്കിയിട്ടുള്ളൂ, 70 ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. ഇക്കൊല്ലം ഞാൻ എത്ര ഉണ്ടാക്കി, സാധാരണ 80 ഉണ്ടാക്കാറ്, പക്ഷെ ഇക്കൊല്ലം ഞാൻ 70 ഉണ്ടാക്കിയുള്ളൂ. അതിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. ഈ 3 കപ്പാസിറ്റിയിലാണ് സാധാരണ വരിക. ആദ്യത്തെ എന്തായിരുന്നു, ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി, ആ മെഷീനറിക്ക് മാക്സിമം ഉണ്ടാക്കാൻ പറ്റാവുന്ന നമ്പർ ഓഫ് യൂണിറ്റ്, അതാണ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. നോർമൽ കപ്പാസിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഓൺ ആൻ ആവറേജ് ഇത്രയ്ക്ക് ആവശ്യം വരാറുള്ളൂ, എന്ന് വിളിക്കുന്ന പേരാണ് നോർമൽ കപ്പാസിറ്റി. ദെൻ ആക്ച്വൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് വെച്ചാൽ ആക്ച്വലി ആ കൊല്ലം, ആ ഒരു ഇയറിൽ എത്ര പ്രൊഡക്ഷൻ നമ്മൾ നടത്തിയെന്ന് വിളിക്കുന്ന പേരാണ് ആക്ച്വൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. ചില ക്വസ്റ്റ്യനിൽ നോർമൽ കപ്പാസിറ്റിയും ആക്ച്വൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും സെയിം സെപ്പറേറ്റ് തരില്ല. അതിൻ്റെ അർത്ഥം നോർമൽ കപ്പാസിറ്റിയും ആക്ച്വൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും സെയിം ആണ്. നോർമലിൻ്റെ അത്രയ്ക്ക് തന്നെ നമ്മൾ ഇക്കൊല്ലം പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ട്. ചില ക്വസ്റ്റ്യനിൽ രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. നോർമൽ കപ്പാസിറ്റി വേറെ ആയിരിക്കും, അതിനേക്കാൾ കുറച്ച് കുറവായിരിക്കും ചിലപ്പോൾ ആക്ച്വൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. ചിലപ്പോൾ കൂടാൻ ചിലപ്പോൾ കുറവ്, ഡിഫറെൻ്റ് ആയിരിക്കും.
അപ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടാനായിട്ട് നമുക്ക് എന്താണ് ആവശ്യം? നോർമൽ കപ്പാസിറ്റി കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ നോർമൽ കപ്പാസിറ്റി കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ കണ്ടുപിടിക്കാം. എത്രയാണ് ഇവിടുത്തെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്? 10 lakh ഡിവൈഡഡ് ബൈ നോർമൽ കപ്പാസിറ്റി. അവിടെ ക്വസ്റ്റിൽ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നു 1 lakh, ദാറ്റ് ഇസ് ഈക്വൽ ടു 10. അതായത് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 10 രൂപയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും കിട്ടി, വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും കിട്ടി, ടോട്ടൽ കിട്ടി, ദെൻ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റും കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ കോസ്റ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാം. നമുക്കിത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വന്ന ടോട്ടൽ കോസ്റ്റ് കിട്ടും. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ കോസ്റ്റിൽ മെയിനായിട്ട് 2 കോസ്റ്റുകളാണ് വരിക, ഫിക്സഡ് കോസ്റ്റും വരും, വാരിയബിൾ കോസ്റ്റും വരും. അതിൽ നമ്മൾ വാരിയബിൾ കോസ്റ്റ് 130 നേരത്തെ കണ്ടുപിടിച്ചു. ഇപ്പോൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്? 10 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും? അത് രണ്ടും കൂടി ആഡ് ചെയ്ത് എത്ര എമൗണ്ട്? 140 ആണ്. അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റ്, ഒരു പ്രൊഡക്റ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 140 rupees ആണ് ഒരു യൂണിറ്റിന്. ഓക്കെ, ഇനി നമ്മുടെ ഈ കൊല്ലം അവസാനത്തിൽ എത്ര യൂണിറ്റ് ബാക്കിയുണ്ട്? 2000 യൂണിറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ 2000 ഇൻറ്റു ഒരു യൂണിറ്റ് ഉണ്ടാക്കാനുള്ള എത്ര കോസ്റ്റ്? 140, ദാറ്റ് ഇസ് ഈക്വൽ ടു 2,80,000 ആണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കായ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ റിയൽ വർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ യൂണിറ്റിൽ തന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റോക്കായിട്ട് 2000 യൂണിറ്റ് സ്റ്റോക്ക് ഉണ്ട് എന്ന് ഇൻ യൂണിറ്റ്സിൽ തന്നിട്ടുണ്ട്. പക്ഷെ അതിനെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യലായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ആദ്യം ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ചു. ആ ടോട്ടൽ കോസ്റ്റിൽ ഫിക്സഡ് കോസ്റ്റും വരും, വാരിയബിൾ കോസ്റ്റും വരും. യൂണിറ്റ് തന്നതുകൊണ്ട് നമ്മൾ രണ്ടിൻ്റെയും പെർ യൂണിറ്റ് കോസ്റ്റുകൾ കണ്ടുപിടിച്ചത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 140 കിട്ടി. ദെൻ ഈ 140നെ 2000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ ഓഫ് ഇൻവെൻട്രി അറ്റ് ദി എൻഡ് കിട്ടും, ദാറ്റ് ഇസ് rupees 2,80,000. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പെർ യൂണിറ്റ് കോസ്റ്റുകൾ കണ്ടുപിടിച്ചാൽ നമുക്ക് വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി നടത്തേണ്ടത്. പെർ യൂണിറ്റ് കോസ്റ്റാണ് തന്നെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വാല്യൂ ഓഫ് ഇൻവെൻട്രി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. പ്രൊഡക്ഷൻ കപ്പാസിറ്റി 2,40,000 യൂണിറ്റ്, നോർമൽ കപ്പാസിറ്റി 1,80,000 യൂണിറ്റ്, ആക്ച്വൽ പ്രൊഡക്ഷൻ 1,40,000 യൂണിറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞോളാം 3 കപ്പാസിറ്റി തന്നിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ 100 ആണ് എന്തെന്ന് പറയുന്നത് ഇവിടെ 2,40,000 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് അവർക്ക് ആ മെഷീനറിൻ്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ആ മെഷീനറിക്ക് മാക്സിമം ഉണ്ടാക്കാൻ പറ്റാവുന്ന യൂണിറ്റ് എത്രയാണ്? 2,40,000 യൂണിറ്റ് ആണ്. അതിൽ നോർമൽ കപ്പാസിറ്റി ആയിട്ട് ഓൺ ആവറേജ് നമ്മൾ എത്ര ഉണ്ടാക്കാറുള്ളൂ? 2,40,000 ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ നമുക്ക് എത്രയും ആവശ്യമുള്ളൂ? 1,80,000 യൂണിറ്റ് ഉണ്ടാക്കാനുള്ള നോർമൽ കപ്പാസിറ്റിയാണുള്ളത്. അത്രയ്ക്ക് പ്രൊഡക്ഷൻ നമ്മൾ നോർമൽ ഓൺ ആവറേജിൽ എടുക്കാറ്. എന്നാൽ ഇക്കൊല്ലം നടത്തിയ പ്രൊഡക്ഷൻ എത്രയാണ്? അതിൽ ഇക്കൊല്ലം നമ്മൾ എത്രയും നടത്തിയിട്ടുള്ളൂ? 1,40,000 യൂണിറ്റ്സ് നമ്മൾ ആക്ച്വൽ പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ളൂ. ഇനി എന്തൊക്കെ തന്നിട്ടുണ്ട്? ടോട്ടൽ ഫിക്സഡ് ഓവർ ഹെഡ്സ് തന്നിട്ടുണ്ട് 72 lakhs. ടോട്ടൽ വാരിയബിൾ ഓവർ ഹെഡ്സ് തന്നിട്ടുണ്ട് 35 lakhs. Out of 1,40,000 units produced during the year, 20,000 unit is in stock at the end of the year. How will be the fixed and variable overheads allocated to the inventory? അപ്പോൾ ഇതിൽ നമുക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ടും ടോട്ടലിലാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് എന്ത് തന്നിരിക്കുന്നു? യൂണിറ്റ് അവസാനത്തെ യൂണിറ്റ് 20,000 ഉണ്ടെന്നും പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ എന്തായിരുന്നു? യൂണിറ്റ് തന്നിട്ടുണ്ട്, വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിൽ തന്നിട്ടുണ്ട്, ടോട്ടൽ കോസ്റ്റ് മാത്രമേ ടോട്ടലിൽ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെ മാത്രമേ എന്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതിയായിരുന്നു? പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം. അതായത് ഈ രണ്ട് ഫിക്സഡ് കോസ്റ്റുകളും തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടില്ലേ? വാല്യൂ ഓഫ് ഇൻവെൻട്രി കിട്ടില്ലേ എന്ന് നമുക്ക് ഒരു ഡൗട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ 72 lakhs 35 lakhs നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ പ്രൊഡക്ഷൻ നടത്താനുള്ള മൊത്തം കോസ്റ്റ് കിട്ടും. അത് എത്ര യൂണിറ്റിൻ്റെയാണ്? 1,40,000 യൂണിറ്റിൻ്റെയാണ് ആ മൊത്തം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? അവസാനം എൻ്റെ കയ്യിൽ 20,000 യൂണിറ്റ് ആണ് ഉള്ളത്. ആ 20,000 യൂണിറ്റിൽ ആ 20,000 യൂണിറ്റിൻ്റെ മാത്രം എത്രയാണ് കോസ്റ്റ് എന്നാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. 72 lakhs 35 lakhs നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1,40,000 യൂണിറ്റ്സ് ഉണ്ടാക്കാനായിട്ട് വന്ന ടോട്ടൽ കോസ്റ്റ് ആണ്.
മനസ്സിലായ? അതാണ് ടോട്ടൽ വാല്യൂ ഓഫ് ഇൻവെന്ററി ആയിട്ട് നമുക്ക് അത് രണ്ട് ആഡ് ചെയ്താൽ. പക്ഷെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 1,40,000 സ്റ്റോക്ക് ഇല്ല. എത്രയുള്ളൂ? ഈ 1,40,000 യൂണിറ്റ് ഉണ്ടാക്കിയതിൽ ബാക്കി ഇപ്പോൾ എത്രയുള്ളൂ? 20,000 യൂണിറ്റേ ഉള്ളൂ. അപ്പോൾ ആ ടോട്ടലിൽ 20,000ന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരിക. അതാണ് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പോണത്. നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചോണം തന്നെ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ എളുപ്പമായിരുന്നു, ആ പെർ യൂണിറ്റുകൾ ആഡ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്, നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ വാരിയബിൾ ഓവർ ഹെഡ്സ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ പ്രൊഡക്ഷൻ. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിച്ചു. അതെത്ര എങ്ങനെ ഇക്വേഷൻ എന്തായിരുന്നു? ടോട്ടൽ ഫിക്സഡ് ഓവർ ഹെഡ്സ് ഡിവൈഡഡ് ബൈ നോർമൽ പ്രൊഡക്ഷൻ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത്. അത് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞ തന്നെ നോർമൽ കപ്പാസിറ്റിയോട് ഡിവൈഡ് ചെയ്യണം. പക്ഷേ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നോർമലോടല്ല, ആക്ച്വൽ എത്രയാണ് പ്രൊഡക്ഷൻ നടത്തിയത് അതുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വരിക. അത് ശ്രദ്ധിക്കണം. മനസ്സിലായ? വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? ആക്ച്വൽ പ്രൊഡക്ഷനോട് ഡിവൈഡ് ചെയ്യാം. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തോണം തന്നെ നോർമൽ പ്രൊഡക്ഷൻ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ രണ്ടും തന്നിട്ടുണ്ട്. നേരത്തെ ആകെ നോർമൽ പ്രൊഡക്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. കാരണം അതവിടെ എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു? ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് നോർമൽ കപ്പാസിറ്റി മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷേ ഇവിടെ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കൂടി കണ്ടുപിടിക്കാനുള്ളത് കൊണ്ടാണ് എന്ത് തന്നിരിക്കുന്നത്? ആക്ച്വൽ പ്രൊഡക്ഷൻ തന്നിരിക്കുന്നത്. ഇനി ബൈ ചാൻസ് നമുക്ക് തന്നില്ല എന്ന് വിചാരിക്കാം, നോർമൽ കപ്പാസിറ്റി മാത്രം തന്നുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞു, ചില പ്രോബ്ലത്തിൽ അങ്ങനെയായിരിക്കും തരാം. ചില ഓർഗനൈസേഷനിലെ ആക്ച്വൽ പ്രൊഡക്ഷനും നോർമൽ കപ്പാസിറ്റിയും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാനും അതുപോലെ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാനും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? നമ്മുടെ നോർമൽ പ്രൊഡക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ രണ്ടും സെപ്പറേറ്റ് തന്നതുകൊണ്ട് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? ആക്ച്വൽ പ്രൊഡക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നോർമൽ പ്രൊഡക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എന്താ എഴുതാം? ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ വാരിയബിൾ ഓവർ ഹെഡ്സ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ പ്രൊഡക്ഷൻ. എത്രയാണ് ടോട്ടൽ വാരിയബിൾ ഓവർ ഹെഡ്സ്? 35 lakhs ഡിവൈഡഡ് ബൈ എത്രയാണ് ആക്ച്വൽ പ്രൊഡക്ഷൻ? 1,40,000. ദാറ്റ് ഇസ് ഈക്വൽ ടു 25 rupees പെർ യൂണിറ്റ് നമുക്ക് കിട്ടി. അതായത് നമുക്കൊരു യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് വരുന്ന വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 25 rupees ആണ്. അതുപോലെ തന്നെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാം. നേരത്തെ ചെയ്തോളം തന്നെ ഇക്വേഷൻ എഴുതാം. ടോട്ടൽ ഫിക്സഡ് ഓവർ ഹെഡ്സ് ഡിവൈഡഡ് ബൈ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നോർമൽ പ്രൊഡക്ഷനോട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഇസ് ഈക്വൽ ടു 72 lakhs ഡിവൈഡഡ് ബൈ നോർമൽ കപ്പാസിറ്റി എത്രയാണ്? 1,80,000. അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടി? ₹40 പെർ യൂണിറ്റ് കിട്ടി. അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 40 rupees കിട്ടി. ഇനി നമുക്ക് എളുപ്പമാണ് എന്ത് ചെയ്താൽ മതി? ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റും കിട്ടി, വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും കിട്ടി. അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ ഓഫ് ഇൻവെന്ററി കിട്ടും. അത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? ടോട്ടൽ കോസ്റ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റും നമ്മൾ ആഡ് ചെയ്യാം. 25ഉം 40ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 65 കിട്ടി. ഇനി നമ്മൾ വാല്യൂ ഓഫ് ഇൻവെന്ററി കണ്ടുപിടിക്കാനായിട്ട്, അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 65 rupees ആണ്. നമ്മുടെ കയ്യിൽ അവസാനം ഇയർ എൻഡിൽ എത്ര യൂണിറ്റ് ഉണ്ട്? 20,000 യൂണിറ്റ് ഉണ്ട്. അപ്പോൾ വാല്യൂ ഓഫ് ഇൻവെന്ററി അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ഇസ് ഈക്വൽ ടു 20,000 ഇൻറ്റു 165. നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിച്ച 20,000 ഉണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് ഡിവൈഡഡ് ബൈ നമുക്ക് നേരത്തെ കിട്ടിയ 65 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വാല്യൂ ഓഫ് ഇൻവെന്ററി കിട്ടും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,30,000 ആണ് നമുക്ക് വാല്യൂ ഓഫ് ഇൻവെന്ററി അറ്റ് ദി എൻഡ് ആയിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ വാല്യൂ ഓഫ് ഇൻവെന്ററി കണ്ടുപിടിക്കുക. രണ്ടിൻ്റെയും വാരിയബിൾ കോസ്റ്റിൻ്റെയും പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക, ഫിക്സഡ് കോസ്റ്റിൻ്റെയും പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക. അത് രണ്ടും കൂടി ആഡ് ചെയ്യുക, യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ചില ക്വസ്റ്റ്യനിൽ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് തരും, അപ്പോൾ അത് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഫിക്സഡ് കോസ്റ്റ് സാധാരണ പെർ യൂണിറ്റ് തരാറില്ല, നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ചില ക്വസ്റ്റ്യനിൽ വാരിയബിൾ കോസ്റ്റും ടോട്ടൽ തന്നെ തരും, അപ്പോൾ രണ്ടും പെർ യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കണം. വാരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്മുടെ ആക്ച്വൽ പ്രൊഡക്ഷനോട് ഡിവൈഡ് ചെയ്യാം.
ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നോർമൽ കപ്പാസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആക്ച്വൽ പ്രൊഡക്ഷൻ തന്നിട്ടില്ലെങ്കിൽ മാത്രം നോർമൽ കപ്പാസിറ്റി തന്നെ ആക്ച്വൽ കപ്പാസിറ്റി ആയിട്ട് എടുത്തിട്ട് നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മുടെ ഒന്നാമത്തെ ഇൻഡയസ് കഴിഞ്ഞു. നമ്മൾ കുറച്ച് 5-6 ഇൻഡയസുകളാണ് നമുക്ക് ഈ സിലബസിൽ പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ഇൻഡയസ് കഴിഞ്ഞു. ദാറ്റ് ഈസ് ഇൻഡയസ് ടു ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞ ഇന്ത്യൻ IFRS വരുന്ന ഇൻഡയസ് നമ്മൾ ഒന്നാമത്തത് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അതായത് നമുക്കിതിൽ പഠിക്കാനുള്ള രണ്ടാമത്തെ ഇൻഡെക്സ്. നമുക്ക് എല്ലാതും പഠിക്കാനില്ല, കുറച്ച് മാത്രമാണ് സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മാത്രമാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ രണ്ടാമത്തതാണ് ഇൻഡയസ് 12 ഇൻകം ടാക്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ പുതിയ സ്റ്റാൻഡേർഡുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ഇൻഡയസ് എന്ന് പറയുന്നത്. ഇൻഡയസ് 12 ദാറ്റ് ഈസ് ഇൻകം ടാക്സ്. ഓർഡറിൽ രണ്ടാമത്തൊന്നല്ല കേട്ടോ, നമുക്കതറിയാം. 2 കഴിഞ്ഞ പിന്നെ 12 അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളതിൽ സെക്കൻഡ് വൺ ആണ് ഇൻഡയസ് 12 ഇൻകം ടാക്സ്. ഓക്കെ, ഇൻകം ടാക്സ് കൺസിസ്റ്റ് ഓഫ് 2 parts, കറണ്ട് ടാക്സ് ആൻഡ് ഡെഫേർഡ് ടാക്സ്. അതായത് ഇൻഡയസിൽ നമ്മൾ ടാക്സിനെ നമ്മൾ മെയിനായിട്ടും 2 തരത്തിലുള്ള ടാക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്നതാണ് കറണ്ട് ടാക്സ് ആൻഡ് ഡെഫേർഡ് ടാക്സ്. അതിൻ്റെ മീനിങ് നമുക്ക് എന്താണെന്ന് നോക്കാം. ദ ടാക്സ് കാൽക്കുലേറ്റഡ് ആസ് പെർ ദ ലോസ് ഓഫ് ദി കൺട്രി ഈസ് നോൺ ആസ് കറണ്ട് ടാക്സ്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഇന്ത്യയിലത്തെ ടാക്സ് റിലേറ്റഡ് ലോസ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടാക്സിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് ടാക്സ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് IFRS എന്ന് പറയുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ കൺട്രിക്ക് മാത്രമല്ല, ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ആണ്. എല്ലാ കൺട്രികളും എല്ലാ രാജ്യങ്ങളും ഒരേ ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരേ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും അതാത് കൺട്രികൾക്ക് ചില നിയമങ്ങളും ലോസൊക്കെ ഉണ്ട്, അതും ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് IFRS നമ്മളെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 10 കൺട്രീസ് എടുക്കാം. ആ 10 കൺട്രികൾ എല്ലാവരും കൂടി ഒരു യൂണിഫോമിൽ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡാണ് എന്നു പറയുന്നത് ഇൻഡയസ് എന്ന് പറയുന്നത്. അത് ഫോളോ ചെയ്യും വേണം. അലോങ് വിത്ത് നമ്മൾ എന്ത് ചെയ്യും വേണം, നമ്മുടെ ഇൻഡിവിജ്വൽ കൺട്രികൾ, ആ 10 ഓരോ കൺട്രികളും അവരുടെ കൺട്രിയിലത്തെ ലോസും പോളിസീസും വെച്ചിട്ടാണ് ഓരോന്നും നമ്മൾ കാൽക്കുലേഷൻ നടത്തുന്നത്. അപ്പോൾ അതുപോലെ ഓരോ കൺട്രികളും അവരവരുടെ സ്വന്തം കൺട്രിയിലത്തെ ടാക്സ് ലോ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടാക്സിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് ടാക്സ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് ഉണ്ട് 1961. ആ ആക്ട് പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടാക്സിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ദ ടാക്സ് കാൽക്കുലേറ്റഡ് ആസ് പെർ ദ ലോസ് ഓഫ് ദി കൺട്രി ഈസ് നോൺ ആസ് കറണ്ട് ടാക്സ്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നില്ല, IFRS എല്ലാം നോക്കുന്നത് സ്വന്തം കൺട്രിയിലത്തെ നിയമപ്രകാരം ലോസ് പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടാക്സിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് ടാക്സ്. In India, tax payable is calculated in accordance with the Income Tax Act 1961. അപ്പോൾ ഇന്ത്യക്കാർ എന്താ ചെയ്യുന്നത്, കറണ്ട് ടാക്സ് എന്തിൻ്റെ ബേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരമാണ് ഇന്ത്യയിലത്തെ എല്ലാ കമ്പനികളും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. The applicable tax law calculating taxable profit differently from that is calculated as per Indians. അപ്പോൾ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽ കൺട്രീസിൻ്റെയും ലോസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടാക്സും ഇൻഡയസ് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുന്ന ടാക്സും തമ്മിൽ രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. അതറിയാലോ, എന്തായാലും ഓരോ കൺട്രികൾക്ക് അവരുടെ നിയമങ്ങളുണ്ടാവും. അതാവില്ല ഇൻഡയസിൽ പറഞ്ഞിട്ടുണ്ടാവുക. അതാണ് പറഞ്ഞേക്കുന്നത്. ദി അപ്ലിക്കബിൾ ടാക്സ് ലോ കാൽക്കുലേറ്റ് ദ ടാക്സബിൾ പ്രോഫിറ്റ് ഡിഫറെൻ്റ്ലി ഫ്രം ദാറ്റ് കാൽക്കുലേറ്റഡ് ആസ് പെർ ഇൻഡയസ്. നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിലത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുന്ന ടാക്സും ഇൻഡയസ് 12 പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുന്ന ടാക്സും രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. To confirm the accrual concept, the standard requires entities to create a deferred tax. അപ്പോൾ ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്ത് വേണം, ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ട് എന്തും കൂടി ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മൾ ഡെഫേർഡ് ടാക്സും കൂടി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതെങ്ങനെ കാൽക്കുലേറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം, തൽക്കാലം ഇത്രയ്ക്ക് മനസ്സിലാക്കാം. അതാണ് ഞാൻ ഏറ്റവും തുടക്കത്തിൽ പറഞ്ഞത്. ഇറ്റ് ഹാസ് 2 parts, 2 പാർട്സ് ഉണ്ട്.
കറണ്ട് ടാക്സ് ഉണ്ട്, ഡെഫേർഡ് ടാക്സ് ഉണ്ട്. കറണ്ട് ടാക്സ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ഓരോ ഇൻഡിവിജ്വൽ കൺട്രികളുടെയും ലോ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടാക്സിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് ടാക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി ടാക്സ് വിച്ച് ഈസ് കാൽക്കുലേറ്റഡ് ആസ് പെർ ഇൻഡയസ്. അത് വ്യത്യസ്തമായിരിക്കും, എന്തായാലും കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ ഇൻഡയസിൽ പറയുന്ന ലോ വെച്ചിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ അത് ഡിഫറെൻ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് എന്താണ്, ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തുകൊണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി deferred tax. That is to confirm the accrual concept. The standard requires entities, that is business organizations, to create a deferred tax also. As per accrual concepts, income tax must be accrued in the accounting period in which income is earned. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞു ടു കൺഫേം ദി അക്രൂവൽ കൺസെപ്റ്റ്. അക്രൂവൽ കൺസെപ്റ്റ് എന്താണെന്ന് പറയുന്നത്, ആസ് പെർ അക്രൂവൽ കോൺസെപ്റ്റ് ഇൻകം ടാക്സ് മസ്റ്റ് ബി അക്രൂഡ് ഇൻ ദ അക്കൗണ്ടിങ് പീരീഡ് ഇൻ വിച്ച് ദ ഇൻകം ഈസ് ഏൺഡ്. അതായത് നമ്മൾ ഏത് കൊല്ലമാണ് ഒരു ഇൻകം ഏൺ ചെയ്തത്, ആ കൊല്ലം തന്നെ ആ ഇൻകത്തിനുള്ള ടാക്സ് നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ, ആ വിതിൻ ദ ഇയർ. അപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സപ്പോസ് നമ്മളൊരു സാലറി പേഴ്സൺ എന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ഓരോ മന്തിൽ ബിഗിനിങ്ങിൽ ഒരു തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ 5-ാം തീയതിക്കുള്ളിൽ നമുക്ക് ഈ സാലറി കിട്ടണം. അപ്പം തന്നെ അത് കൊടുക്കണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ സാധാരണ അതിൽ നിന്ന് നമുക്ക് ടാക്സ് പിടിക്കാം, അല്ലെങ്കിൽ ക്വാർട്ടർലി ആയിട്ട് അടയ്ക്കാം, എങ്ങനെയാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ആ അക്കൗണ്ടിങ് പീരീഡിനുള്ളിൽ, അതായത് മാർച്ച് 31 മുമ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അതിൻ്റെ എല്ലാ ആ ഇൻകത്തിനുള്ള ടാക്സ് നമ്മൾ അടച്ചിരിക്കണം. അതായത് ഏത് കൊല്ലമാണോ നമുക്ക് ഒരു ഇൻകം കിട്ടിയത്, ആ കൊല്ലം തന്നെ അതിന് വരുന്ന ടാക്സ് നമ്മൾ കൊടുത്തിരിക്കണം. അതാണ് പറയുന്നത് ആസ് പെർ അക്രൂവൽ കോൺസെപ്റ്റ്സ് ഇൻകം ടാക്സ് മസ്റ്റ് ബി അക്രൂഡ് ഇൻ ദ അക്കൗണ്ടിങ് പീരീഡ് ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ്. ഏത് കൊല്ലമാണോ നമുക്ക് ആ ഇൻകം കിട്ടിയത്, ആ കൊല്ലം തന്നെ അതിൻ്റെ ഇൻകം ടാക്സ് അക്രൂ ചെയ്തിരിക്കണം. Similarly, tax benefit must be recorded in the accounting period in which expenses are incurred. ടാക്സ് ബെനിഫിറ്റ് ഉണ്ട് നമുക്ക്. നിങ്ങളിനി അടുത്ത 5th സെമ്മിൽ നിങ്ങൾ ഇൻകം ടാക്സ് പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതായത് ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുറേ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അതായത് ATC, ATD അങ്ങനെ കുറേ ഡിഡക്ഷൻസ് ഉണ്ട്. ആ ഡിഡക്ഷൻസ് ഒക്കെ, അതായത് ATCയിൽ മെയിനായിട്ട് പറയുന്നത് നമ്മൾ അടയ്ക്കുന്ന LIC പ്രീമിയം, അത് നമുക്കൊരു ഡിഡക്ഷൻ കിട്ടും. അതായത് ഇപ്പോൾ സപ്പോസ് എനിക്കിപ്പോൾ 3 ലക്ഷം റുപ്പീസ്, 3 lakhs റുപ്പീസാണ് നമുക്ക് എൻ്റെ ടോട്ടൽ ഇൻകം ആയിട്ട് വരണമെന്ന് വിചാരിക്കുക. ആ 3 ലക്ഷത്തിൽ നിന്ന് ഞാൻ 50,000 റുപ്പീസ് ഞാൻ ഒരു LIC അടച്ചിട്ടുണ്ടെങ്കിൽ ആ 3 lakhsൽ നമുക്ക് ഈ 50,000 ലെസ് ചെയ്ത് ബാക്കിയുള്ള 2,50,000 നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഉള്ളൂ. അതിനെ വിളിക്കുന്ന പേരാണ് ടാക്സ് ബെനിഫിറ്റ്. അങ്ങനെ കുറേ ബെനിഫിറ്റുകളുണ്ട്. ഹൗസിംഗ് ലോൺ എടുത്താൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടും, അതുപോലെ മെഡിക്ലെയിം എടുത്താൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടും, അതുപോലെ ട്യൂഷൻ ഫീ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അടയ്ക്കുന്ന ട്യൂഷൻ ഫീക്ക് കൺസെഷൻ കിട്ടും. അങ്ങനെ കുറേ കൺസെഷൻസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ടാക്സ് ബെനിഫിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ടാക്സ് ബെനിഫിറ്റ് നമ്മൾ അക്കൊല്ലം തന്നെ ക്ലെയിം ചെയ്യണം. അതായത് ഇപ്പോൾ സപ്പോസ് ഇക്കൊല്ലമാണ് ഞാൻ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു LIC അടച്ചെന്ന് വെച്ചാൽ അത് ഇക്കൊല്ലത്തെ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അതായത് എനിക്കിപ്പോൾ ഇത് ആവശ്യമില്ല, അടുത്ത കൊല്ലത്തേക്ക് മാറ്റി വയ്ക്കാനായിട്ട് പറ്റില്ല. അതാണ് പറഞ്ഞേക്കുന്നത്. ടാക്സ് ബെനിഫിറ്റ് മസ്റ്റ് ബി റെക്കോർഡഡ് ഇൻ ദ അക്കൗണ്ടിങ് പീരീഡ് ഇൻ വിച്ച് എക്സ്പെൻസസ് ആർ ഇൻകേർഡ്. അപ്പോൾ ഇക്കൊല്ലം 2020-21 എനിക്ക് LIC പേയ്മെൻറ്റ് വന്നിരിക്കുന്നത് ഒരു 50,000 രൂപ. പക്ഷേ അതെനിക്ക് ഇക്കൊല്ലം ആവശ്യമില്ല, അടുത്ത കൊല്ലത്തെ ടാക്സ് ബെനിഫിറ്റായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യാനായിട്ട്, ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഏത് കൊല്ലമാണോ നമുക്ക് ആ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് ആ കൊല്ലത്തെ ടാക്സ് ബെനിഫിറ്റായിട്ട് അത് കൺസിഡർ ചെയ്യാം. ഇക്കൊല്ലമാണെങ്കിൽ ഇക്കൊല്ലത്തെ ടോട്ടൽ ടാക്സിൽ നിന്ന്, അല്ല ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് ഇതെന്ത് കുറയ്ക്കാം, ഈ 50,000 കുറച്ച് ബാക്കിയുള്ള എമൗണ്ടിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് അക്രൂവൽ കോൺസെപ്റ്റിൽ പറയുന്നത്. അതായത് ഏത് കൊല്ലമാണോ, 2 കാര്യങ്ങളോട് ശ്രദ്ധിക്കേണ്ടത്. ഏത് കൊല്ലമാണോ നമുക്ക് ടാക്സ് കിട്ടിയിരിക്കുന്നത് ആ കൊല്ലം തന്നെ നമ്മൾ ടാക്സ് അല്ല ഇൻകം കിട്ടിയിരിക്കുന്നത് ആ കൊല്ലം തന്നെ നമ്മൾ എന്ത് കൊടുത്തിരിക്കണം, ടാക്സ് കൊടുത്തിരിക്കണം. അതുപോലെ ഏത് കൊല്ലത്തിലാണ് നമ്മൾക്ക് ടാക്സ് ബെനിഫിറ്റിൻ്റെ എക്സ്പെൻസ് വന്നിരിക്കുന്നത് അത് ആ കൊല്ലം തന്നെ നമ്മൾ കാണിച്ചിരിക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ
നമ്മൾ ഇത് നിർത്തി. ഞാൻ ഇത് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാനായിട്ടാണ്. ഇൻകം ടാക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻഡ് AS 12 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ 2 ടാക്സ് വരും. കറണ്ട് ടാക്സും ഉണ്ട്, ഡെഫേർഡ് ടാക്സും ഉണ്ട്. അതാത് കൺട്രിയിലത്തെ ലോ വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന ടാക്സ് ആണ് കറണ്ട് ടാക്സ്. ദെൻ അത് ദാറ്റ് ഈസ് സെൻറ്റേർഡ് ഡിഫറെൻറ്റ് ഫ്രം വിച്ച് ഈസ് കാൽക്കുലേറ്റഡ് ആസ് പെർ ദി ഇൻഡ് AS 12. അപ്പോൾ അതിനൊരു യൂണിഫോമിറ്റി വരാൻ വേണ്ടി നമ്മൾ എന്തുകൂടി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ഡെഫേർഡ് ടാക്സും കൂടി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഏത് കൊല്ലമാണോ ഇൻകം കിട്ടുന്നത് ആ കൊല്ലം തന്നെ അതിൻ്റെ ടാക്സ് കൊടുത്തിരിക്കണം. ടാക്സ് ബെനിഫിറ്റും ഏത് കൊല്ലമാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് ആ കൊല്ലത്തിൽ തന്നെ നമ്മളത് ക്ലെയിം ചെയ്യും വേണം. അപ്പോൾ ഇത്രയ്ക്കൊരു ഇതാണ് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ അബൌട്ട് ഇൻഡ് AS 12 ഇൻകം ടാക്സ്. ഓക്കെ.